പരിശുദ്ധമായ ഈ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോക മുസ്ലിമീങ്ങൾക്ക് ഇസ്സത്തും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال بادروا بالأعمال سبعا. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബാദിറു ബിൽ അഅമാലി സബ്അൻ, 7 കാര്യങ്ങൾക്ക് മുമ്പായി നിങ്ങളാൽ കഴിയുന്ന നിലയിലുള്ള സൽപ്രവർത്തനങ്ങളിൽ നിങ്ങൾ ധൃതി കാണിക്കുക. ഒരു മനുഷ്യ ജീവിതത്തിൽ എന്തിരുന്നാലും 7 കാര്യം കൊണ്ട് പടച്ചറപ്പ് പരീക്ഷിക്കും. ഈ പരീക്ഷണം വന്ന് ഭവിക്കുന്നതിനു മുമ്പ് നിങ്ങളുടേതാകുന്നതായ ആഫിയത്ത് കൊണ്ട്, നിങ്ങളുടേതാകുന്നതായ ആരോഗ്യം കൊണ്ട് നിങ്ങൾ സൽപ്രവർത്തനങ്ങൾ ധൃതി കാണിക്കണമെന്ന് നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമതായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇല്ലാ ഫഖറൻ മുൻസിയ, എല്ലാം മറപ്പിച്ചു കളയുന്ന ദാരിദ്ര്യം നിങ്ങളിലേക്ക് വരുന്നതിനു മുമ്പ് നിങ്ങൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ, സൽപ്രവർത്തനങ്ങൾ ചെയ്യണം. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ 7 പരീക്ഷ ഉറപ്പായിട്ട് പടച്ചറപ്പ് കൊടുക്കും. ചില ആളുകൾക്ക് പടച്ചറപ്പ് കൊടുക്കുന്ന പരീക്ഷണം ദാരിദ്ര്യമായിരിക്കും. ജീവിക്കാൻ പോലും തികയാത്ത നിലയിൽ പടച്ചറപ്പ് സമ്പത്തിനെ ചുരുക്കി അല്ലാഹു വരെ പരീക്ഷിക്കും. മൻ ഖറഅൽ വാഖിഅത കുല്ല ലൈലത്തിൻ ലം യഫ്തതിർ, നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പരിശുദ്ധമായ ഖുർആനിന്റെ സൂറത്തുൽ വാഖിഅ ആരെങ്കിലും എല്ലാ ദിവസവും രാത്രിയിൽ പാരായണം ചെയ്താൽ അവന് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല. അല്ലാഹു പ്രാവർത്തികമാക്കാൻ തൗഫീഖ് നൽകട്ടെ. 2-2.5 പേജുള്ള ഒരു സൂറത്താണ്. ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ എന്ന് തുടങ്ങുന്ന സൂറത്ത് ദിവസവും പാരായണം ചെയ്താൽ, പ്രത്യേകിച്ച് വിദേശത്തൊക്കെ നിൽക്കുന്നവരിൽ, ബിസിനസ് കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്നവരൊക്കെ ഈ സൂറത്ത് പതിവാക്കിയ ഒരുപാട് അസറുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളിലേക്ക് ദാരിദ്ര്യം വരുന്നതിനു മുമ്പ് നിങ്ങൾ സൽപ്രവർത്തനങ്ങൾ ധൃതി കാണിക്കണം. രണ്ടാമത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഔഹിനൻ മുത്തഖിയ, അഥവാ വഴിയെടുത്തുന്ന നിലയിൽ നിങ്ങളിലേക്ക് സമ്പത്ത് അധികരിക്കുന്നതിനു മുമ്പ് നിങ്ങൾ ഒരുപാട് സൽപ്രവർത്തനങ്ങൾ ചെയ്യണം. വഴിയെടുത്തുക എന്നതുകൊണ്ടുള്ള ഉദ്ദേശം, സമ്പത്ത് കുറേ കിട്ടുമ്പോൾ പിന്നെ അവർക്കൊരു അഹങ്കാരം ഉണ്ടാവും. പിന്നെ അവർ പടച്ചറപ്പിനെ മറന്നുപോകും. ഏതുപോലെ? ഖാറൂനെ പോലെ. എത്രത്തോളം 70ഓളം ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു ഖാറൂനിന്റെ ഖജനാവിന്റെ താക്കോലുകൾ ചുമക്കാൻ. ആ കാലഘട്ടത്തിലെ ജനങ്ങൾ പറഞ്ഞു, ഇതുപോലെ നമുക്കും സമ്പത്തുണ്ടായിരുന്നുവെങ്കിൽ എന്ന് ജനങ്ങൾ ആഗ്രഹിച്ചു പോയി. ولا تنس نصيبك من الدنيا وأحسن كما أحسن الله إليك. സൂറത്തുൽ ഖസസിലൂടെ അല്ലാഹു പറയുന്നുണ്ട്, ഖാറൂനിന്റെ സമ്പത്തും ഭൂമിയിലേക്ക് ആണ്ടുപോയി. ആ സമയത്ത് ജനങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടേ ഇതുപോലെയുള്ള സമ്പത്ത് നമുക്ക് വേണ്ടേ? സൂറത്തുൽ ഖസസിലൂടെ വളരെ വിശാലമായി പറയുന്നുണ്ട്. അങ്ങനെ വഴിയെടുത്തുന്ന നിലയിൽ സമ്പത്ത് അധികരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ കൊണ്ട് ധൃതി കാണിക്കണമെന്ന് നബിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത് പറഞ്ഞു, ഔ മറദൻ മുഫ്സിദ, നിങ്ങളുടെ ശരീരത്തിനെ നശിപ്പിക്കുന്ന രോഗം വരുന്നതിന് മുമ്പ് നിങ്ങൾ സൽക്കർമ്മങ്ങളിൽ ഒരുപാട് വ്യാപൃതരാകണം. തുടക്കത്തിലെ പറഞ്ഞു, 7 കാര്യം കൊണ്ട് പടച്ചറപ്പ് ഉറപ്പായിട്ട് പരീക്ഷിക്കും. സാധാരണ നമ്മളൊക്കെ ഈ ഹജ്ജ്, ഉംറ ഇതൊക്കെ നമ്മൾ നീട്ടി വെച്ചിരിക്കും, കുറച്ചുകൂടെ പ്രായോഗിച്ച് എന്നിട്ട് ചെയ്യാം.
പാടില്ല. ഏത് സമയത്താണ് മാരകമായ രോഗങ്ങൾ വരുന്നത് നമുക്ക് പറയാൻ പറ്റൂല. അങ്ങനെ നമ്മുടെ ശരീരത്തിനെ ക്ഷയിപ്പിച്ച് കളയുന്ന, നശിപ്പിച്ച് കളയുന്ന രോഗം വരുന്നതിന് മുമ്പ് നിങ്ങൾ അമലുകൾ ചെയ്യാൻ ധൃതി കാണിക്കണം. രോഗം വന്നു പോയാൽ പിന്നെ നമുക്ക് വേണ്ടുന്ന നിലയിൽ നമ്മൾ ചെയ്യാൻ കഴിയൂല. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. മരണം വരേക്കും ഇബാദത്ത് ചെയ്യാൻ തടസ്സമുണ്ടാകുന്ന യാതൊരുവിധ രോഗവും തരാതെ പടച്ചവരുടെ സലാമത്തിലാക്കട്ടെ. പിന്നീട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഔഹറമൻ മുഫ്ദിദ, ബുദ്ധിയെ മന്ദിപ്പിക്കുന്ന വാർദ്ധക്യം. ചില ആളുകൾ വാർദ്ധക്യത്തിൽ കിടന്നാലും അവർക്ക് എഴുന്നേക്കും, അവരെ ഇരുന്നെങ്കിൽ നിസ്കരിക്കും. ചില ആളുകളുടെ മൈൻഡ് തന്നെ വിട്ടുപോകും. സ്വന്തം കുടുംബക്കാർ, മക്കളെ പോലും തിരിച്ചറിയാത്ത നിലയിൽ അല്ലാഹു എന്ത് ചെയ്യും? അവരെ പരിവർത്തനപ്പെടുത്തി കളയും. അവർക്ക് നിസ്കാരമൊന്നും നിർബന്ധമില്ല. അങ്ങനെ ബുദ്ധി നീങ്ങിപ്പോയവരെ സംബന്ധിച്ച് അവർക്ക് നിസ്കാരം നിർബന്ധമില്ല. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക? ഇബാദത്ത് ഒരുപാട് അതിനു മുമ്പ് ചെയ്തു വെക്കുക, സൽപ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്യുക. പൊടുന്നനെയുള്ള മരണങ്ങൾ, പെട്ടെന്നുണ്ടാകുന്ന മരണങ്ങൾ, അതിനു മുമ്പ് നിങ്ങൾ സൽക്കർമ്മങ്ങൾ, സുഹൃതങ്ങൾ ഒരുപാട് ചെയ്തു വെക്കുക. വരാനിരിക്കുന്ന മരണ കുഴപ്പങ്ങളിൽ ഏറ്റവും മോശമായ ദജ്ജാൽ വരുന്നതിന് മുമ്പ്, ഖിയാമത്തിൻ്റെതാവുന്നതായ സാഹചര്യത്തിനെ പറ്റിയാണ് പറയുന്നത്. തുടക്കത്തിലെ പറഞ്ഞു, ഏഴാലൊരു കാര്യം പടച്ചറബ് പരീക്ഷിക്കും. ചിലപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ദജ്ജാലിനെ അഭിമുഖീകരിക്കേണ്ടി വരൂല. നമ്മുടെ തലമുറകൾ വരുമ്പോൾ അവർക്ക് ദജ്ജാലിനെ അഭിമുഖീകരിക്കേണ്ടി വരും. ആ സമയത്ത് ദജ്ജാൽ വന്നു പോയാലും പിന്നെ നമുക്ക് അമൽ ചെയ്യാനൊന്നും പറ്റൂല. പിന്നെ അവന്റെ പിറകെ ഓടാനേ നമുക്ക് സമയം കിട്ടുള്ളൂ. അല്ലാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. പിന്നീട് നല്ല റസൂൽ പറഞ്ഞു, അന്ത്യനാള് വരുന്നതിന് മുമ്പ്, ഖിയാമത്ത് നാള് സംഭവിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ധൃതി കാണിക്കുക എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 7 അവസ്ഥകളിൽ ഒരു അവസ്ഥ ഏതൊരു മനുഷ്യനും പടച്ചറപ്പ് കൊടുക്കും. ആ അവസ്ഥ വന്നെത്തുന്നതിന് മുമ്പ് സൽപ്രവർത്തനങ്ങളിലൂടെ ആഖിറമാകുന്ന ലോകത്തിന് വേണ്ടി നമ്മൾ തയ്യാറാകണം എന്നാണ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ്, ഈ ഏഴാലൊരു കാര്യം നമ്മെ അഭിമുഖീകരിക്കുമ്പോൾ വിജയിക്കാനുള്ള, അതിന് വേണ്ടുന്ന നിലയിൽ തരണം ചെയ്യാനുള്ള തൗഫീഖ് പടച്ചറബ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാം ആഖിബത്ത് അല്ലാഹു നന്നാക്കി നൽകട്ടെ. ഈമാനോടുകൂടി ആഫിയത്തോടുകൂടി ജീവിച്ച് അവസാനം ഈമാനോടുകൂടി നല്ല മൗത്ത്, നല്ല മരണം ലഭ്യമാകുന്നവരിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അമലുകൾ ചെയ്യുന്നതിൽ മാറ്റി നിർത്തപ്പെടാതെ സാഹചര്യങ്ങൾക്ക് അതീതമായി അമലുകൾ ചെയ്ത് പടച്ച റബ്ബിനോട് കൂടുതൽ ചേർന്ന് നിൽക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ പടച്ച റബ്ബ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل على